മാംഗല്യസൂത്രം ഭാഗം 5. അങ്ങനെ കല്യാണത്തലേന്നായി. മെഹന്തി ഫംഗ്ഷനാണെന്ന്. മെഹന്തി ഗ്രീൻ കളർ ഗൗണാണ് അവൾ ധരിച്ചത്. അതിന് മാച്ചായി ഗോൾഡ് ചോക്കർ കഴുത്തിലിട്ടു. 2 കൈയിൽ നിറയെ മൈലാഞ്ചിട്ട് സുന്ദരിയായി. വീഡിയോയും ഫോട്ടോസും ഡാൻസും പാട്ടുമായി അന്നത്തെ രാത്രി അടിച്ചു പൊളിച്ചു. പിറ്റേന്ന് പുലർച്ചെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു അവൾ. അപ്പോഴേക്കും അവളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു. ചില്ലിയ റെഡ് കളർ പട്ടുസാരിയാണ് ഉടുപ്പിച്ചത്. ശേഷം ആഭരണങ്ങളെല്ലാം ഇട്ട് ഒരുക്കിയപ്പോഴേക്കും ദേവതയെ പോലെ ഉണ്ടായിരുന്നു അവളെ കാണാൻ. അവളെ അങ്ങനെ കണ്ടതും ആ അച്ഛനമ്മമാരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും നാൾ തങ്ങളുടെ മാത്രം കുറുമ്പിയായിരുന്നവൾ ഇന്ന് മറ്റൊരുവൻ്റെ ആകാൻ പോകുന്നു. മറ്റൊരു വീട്ടിലേക്ക്. അവർ കണ്ണുകൾ തുടച്ച് അവളെ അനുഗ്രഹിച്ചു. 10:30-ക്കായിരുന്നു മുഹൂർത്തം. താലപ്പൊലിയേറ്റി അവളെ അവർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. താലപ്പൊലിയേറ്റി നടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ കതിർ മണ്ഡപത്തിലിരിക്കുന്ന അവനിലേക്ക് നീണ്ടു. ഗോൾഡൻ കളർ ജുബയും വൈറ്റ് മുണ്ടും നെറ്റിയിൽ ചന്ദനക്കുറിയും. അവളുടെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളെയും കതിർ മണ്ഡപത്തിൽ അവൻ്റെ അടുത്തായിരുത്തി പരസ്പരം ഒന്ന് നോക്കി അവർ പുഞ്ചിരിച്ചു. അപ്പോഴാണ് പൂജാരി മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങിയത്. അങ്ങനെ ചടങ്ങുകൾ ആരംഭിച്ചു. പൂജാരി താലിയെടുത്ത് ശ്രാവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. 2 കൈകളും കൂപ്പി പ്രാർത്ഥിച്ച് ആ താലി അവൾ സ്വീകരിച്ചു. ഉടൻ തന്നെ സീമന്തരേഖയിൽ സിന്ദൂരം ഇട്ട് ചുവപ്പിച്ചു. ആ നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. സന്തോഷത്താൽ അവൾ പുഞ്ചിരിച്ചു. ശേഷം അഗ്നിക്ക് ചുറ്റും വലം വെച്ചു. കല്യാണ ചടങ്ങുകൾ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ ഒന്നിച്ച് സദ്യയും കഴിച്ചു. പിന്നീട് അവളെ അവർ കൊടുത്ത പുടവ് ഉടുപ്പിക്കാൻ കൊണ്ടുപോയി. പീക്കോക്ക് ബ്ലൂ കളർ പട്ടുസാരിയാണ് അവർ ഉടുപ്പിച്ചത്. ഒന്നുകൂടെ മേക്കപ്പൊക്കെ ചെയ്ത് അവളെ സുന്ദരിയാക്കി. കഴുത്തിൽ കിടക്കുന്ന അവൻ്റെ താലി കാണുന്തോറും അന്നവൾ കണ്ട സ്വപ്നമാണ് അവൾക്ക് ഓർമ്മ വന്നത്. നാണത്താൽ മുഖം ചുവന്നു അവളുടെ. കഴിഞ്ഞോ, ഇറങ്ങാറായി. രാഹുകാലത്തിന് മുമ്പ് വീട്ടിൽ കയറണം. അത് കേട്ടതും അനുവിന് കരച്ചിൽ വന്നു. താൻ എന്നൊരു മറ്റൊരു വീട്ടിലേക്ക്. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോവാൻ നേരായി. അവൾ എല്ലാവരെയും കെട്ടിപ്പിടിച്ചു കരച്ചിലാണ്. തൻ്റെ കൂടപ്പിറപ്പുകളെയും അച്ഛനെയും അമ്മയെയും പിടിച്ച് അവൾ കരഞ്ഞു. അവരും അതേ അവസ്ഥയിലായിരുന്നു. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ശ്രാവൺ വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് പതിയെ വണ്ടിയിലേക്ക് കയറ്റിയിരുത്തി. എല്ലാവരോടും യാത്ര പറഞ്ഞു. അനുവിൻ്റെ അച്ഛൻ വന്ന് അവൻ്റെ കൈയോടൊപ്പം അവളുടെ കൈ ചേർത്ത് വെച്ച് നോക്കണേടാ എൻ്റെ കൊച്ചിനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ അവളെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് അവർ യാത്ര തിരിച്ചു. ആ യാത്രയിലുടനീളം അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു തൻ്റെ വീട്ടുകാരെ ഓർത്ത്. ശ്രാവണിൻ്റെ കരങ്ങൾ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടേയിരുന്നു. അവിടെ എത്തുന്നതുവരെ അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. തുടരും.